windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, don't even try. Cause when the bullets fly, I'm the last one to die. പറയാനുള്ള വീഡിയോക്കകത്ത് എനിക്കൊന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, വെൽക്കം ടു എബി ടേൽസ്, വെൽക്കം ടു ആംസ്റ്റർഡാം സീരീസ് ലാസ്റ്റ് ഡേ. ഞങ്ങളുടെ ഗുഡ് മോർണിംഗ് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ഭയങ്കര സ്ലോ മോർണിംഗ് ആണ്. ഞങ്ങൾക്ക് ടീമി അടിപൊളി പാൻ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങളത് കഴിച്ച് രസിച്ചിരിക്കുമായിരുന്നു. ഞാനങ്ങനെ കണ്ടിട്ടില്ല. രണ്ട് മുട്ട, ഒരു ചെറിയ ടീസ്പൂൺ വാനില എസൻസ്, ഒന്നര കപ്പ് മൈദ, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ, പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നല്ല ഫ്ലഫാണ്. ഹലോ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ ടിമി? ഹാർലം എന്തോ ചെറിയ നെയ്ബർഹുഡ്. ഉച്ചത്തിൽ പറഞ്ഞാലല്ലേ കേൾക്കത്തുള്ളൂ. ഒരു നെയ്ബറിംഗ് ടൗൺ ഇല്ല, കേൾക്കും. വീഡിയോ പോലെ തന്നെയാണല്ലോ, നിന്നോടല്ലേ പറഞ്ഞത് നമ്മൾ ചുറ്റുവട്ടത്തുള്ള വോയിസ് അവർ ഗ്രാബ് ചെയ്യും. പക്ഷെ ഇതിൽ ട്രാവലർ സോയിലും ഉണ്ടല്ലോ, കേൾക്കുമോ? ഓക്കെ, നമ്മളിപ്പം പോകുന്നത് ഹാർലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതന്നെ ചുമ്മാ ഇങ്ങനത്തെ ഒരു ആംസ്റ്റർഡാം സെൻട്രൽ പോലെ തന്നെ ഒരു സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇവരൊന്ന് പോയി കാണിക്കാൻ. ഞങ്ങൾ ഇന്നലെ സാനിഷാമും സാന്താമും പോയി. ഇനിയിപ്പം ഇവിടെ എവിടെയാണ് പോണോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഇന്ന് ഇച്ചിരി ലേസി ഡേ പോലെയായിരുന്നു. രാവിലെ തൊട്ട് ഞങ്ങള് മടി പിടിച്ച്, ഇവിടെ മഴയുമായതുകൊണ്ട് മടി പിടിച്ച് വീട്ടിയിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഇവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആംസ്റ്റർഡാമിലെ Day 1 ഇട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിച്ച് ഇപ്പൊ ഞങ്ങളൊരു 4:40 ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതെ, എന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? പാൻ കേക്ക്, പിന്നെ പീനട്ട് ബട്ടർ, ബനാന, മിൽക്ക് സോസ്. പിന്നെ അത് വയറ് നിറഞ്ഞ കുറെ കഴിഞ്ഞിട്ട് ഞങ്ങള് ലഞ്ച് കഴിച്ചു. വെജിറ്റബിൾ ഫ്രിറ്റേഴ്സ്. അപ്പം പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ട് മടി പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എങ്ങനെയോ വെളിയിൽ ഇറങ്ങി. ഇന്ന് ഇനിയും ഞങ്ങളുടെ അജണ്ട ക്രിസ്മസ് മാർക്കറ്റ് ഒരെണ്ണം ഉണ്ട് അടുത്ത്. ഹോപ്പ്ഫുള്ളി കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ബിരിയാണി അടിക്കണം. ജോസഫ് ബിരിയാണി ഉണ്ടാക്കിയുണ്ട്. ജോസേട്ടന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. വെരി മച്ച് എക്സൈറ്റഡ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബിരിയാണി ആയോണ്ട് ഓക്കെ. ഞങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. എബിനാണെങ്കിൽ അവിടെ തണുത്ത് വിറച്ച് ഇരിപ്പുണ്ട്. ഇവന് കൈയും നിൽക്കാൻ പറ്റുന്നില്ല, ഗ്ലൗസ് ഒന്നും ഇല്ലാത്തതിന്റെ സങ്കടമാണ്. അപ്പൊ ഓക്കെ, നമ്മൾ ഇനി വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. ബൈ. മാൾട്ടയില് മുക്കിന് മൂലയിലും പള്ളിയുള്ള പോലെ ഇവിടെ മുക്കിന് മൂലയിലും മ്യൂസിയമാണ്. ഹലോ, ഇത് മാത്രം കാണാൻ കേൾക്കാന്നറിയത്തില്ല. എന്നാലും ഞങ്ങളിപ്പം ആംസ്റ്റർഡാമില് അടുത്തുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് പോലെ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നു ടിമി. നമ്മളത് കാണാൻ പോവാണ്. ഉണ്ടോ ഇവിടെ? ഇതാണോ ഐസ് സ്കേറ്റ്സ്? ഓ, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട സംഭവം. ബ്ലേഡ് പോലെ
ഐസ് സ്കേറ്റിംഗ്. കസരട്ടല്ല ആ ചെറുക്കന്. കുഞ്ഞു പിള്ളേര് ചെയ്യുന്നുണ്ടോ? ചെയ്യണോ ചുട്ടിക്ക് ഐസ് സ്കേറ്റിംഗ്? വേണ്ട, എനിക്ക് വേണ്ട. നീ ഒന്നാം നേരം നീക്കാൻ വേണ്ട. ഇച്ചിരി ശരിയല്ല ഗൈസ്. ആംസ്റ്റർഡാമിൽ വന്ന ഒരു ക്ഷീണം, അത് മാൻഡേറ്ററി ക്ഷീണമാണ്. ആ ക്ഷീണം അങ്ങ് അടിച്ചേക്കുവാ. നമുക്കിന്ന് ക്ഷീണമായോണ്ട് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരായിരുന്നു. സി യെസ്, വാവ്, അടിപൊളിയല്ലേ? രണ്ടുപേർക്കും കൈ പിടിച്ചൊക്കെ കണ്ടോ? ഈ റോഡിൽ കൂടെ എത്ര വണ്ടികൾ പോകുന്നുണ്ട് എന്നും. പക്ഷെ നെതർലാൻഡ്സിൽ ഈ ട്രാം പോകുന്ന കാണുമ്പോഴൊക്കെ ഒത്തിരി എന്തോ ഒരു രസമായിട്ട് തോന്നുമായിരുന്നു. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, ഞാനും എബിനും മാറി മാറി. നേരത്തെ ഒരു ക്ഷീണത്തെ പറ്റി സൂചിപ്പിച്ചില്ലേ, എബിൻ്റെ ഒരു ക്ഷീണം. അത് കാരണം ഹാർലം ഒന്നും പോയില്ല. അതാ ഇങ്ങനെ ഇരിക്കുന്നത്, കിളി പോയ ഒരവസ്ഥ. സാരമില്ല, ഞങ്ങൾ ഐസ് സ്കേറ്റിംഗ് ഒക്കെ കണ്ടു. ട്രൈ ചെയ്തില്ല, 30s അല്ലേ, നടുവേനൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി ഇത് കണ്ടോ, പിന്നെയും ട്രാമിൻ്റെ വീഡിയോസ്. അപ്പൊ നമ്മളിന്ന് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നാ കണ്ടോ? നമ്മള് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഐസ് സ്കേറ്റിംഗ് ഉള്ള സ്ഥലം കണ്ടു, ഐസ് സ്കേറ്റിംഗ് കണ്ടു. പക്ഷെ നോർമലി ക്രിസ്മസ് മാർക്കറ്റ് എല്ലായിടത്തും യൂറോപ്പില് ഡിസംബർ ആകുമ്പോഴാണ് തുടങ്ങുന്നത്. ജർമ്മനിയില് കൊളോണില് മാത്രം 15th നവംബറിൽ തുടങ്ങും. നമുക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ക്യാൻസൽ ആക്കിയതാണ്. എനിവേസ് ക്രിസ്മസ് മാർക്കറ്റ് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. പക്ഷെ അതുവരെ നമുക്ക് വലേറ്റയിലെ ഫെയറിലാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? പക്ഷെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് യൂറോപ്പിലെ കണ്ടിരിക്കും. അത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് നൈസ്. എവിടത്തെ കണ്ടാലും. പിന്നെ നമ്മുടെ ബ്ലോഗർ ചേച്ചി ഇന്ത്യ വെരി ഷീ. സോ ക്രിസ്മസ് ആയ ഇതാ കാഴ്ചകൾ. ലൈറ്റ്സ് ലൈറ്റ്സ് ലൈറ്റ്സ്. വാവ്, ഈ സിംഗിൾ ലൈറ്റ് വരുന്ന ലൈറ്റ്സ് അതിമനോഹരം. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലൈക്ക് ഇറ്റ്, ലവ് ഇറ്റ്. Arvind nahi hai and we are here. How nice. You go. അവിടുന്ന് വാ, പെട്ടെന്ന് വാ. 1 2 3. ഫോട്ടോ എടുക്കണം. മൈ ഗോഡ്, ക്രിസ്മസ് ട്രീ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. ഇവിടെയൊക്കെ എല്ലാം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങുള്ള ട്രീസും പിന്നെ അടിപൊളി ലൈറ്റ്സാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഐ മീൻ ഇവിടുത്തെ റോഡ്സ് ഒന്നും അത്രയും ബിസി അല്ല. ഇവിടുത്തെ റോഡ് ഇവിടെ ഒത്തിരി എംപ്റ്റി റോഡ്സ് പോലെ തോന്നും. പക്ഷെ എന്നാൽ ആൾക്കാർ ഇവിടെ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ എല്ലായിടത്തും. ഇറ്റ്സ് ബിക്കോസ്
ബിക്കോസ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒത്തിരി 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 ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് നല്ല പീസ്ഫുള്ളാണ്. നമ്മൾ നേരെ പോവാണോ? പെട്ടെന്ന് വരൂ. ഇതാണോ മറ്റേ? മൂന്നാല് മാസത്തേക്ക് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു സ്റ്റോറാണ്. അണ്ടർസ്റ്റുഡ്. ഈ ഒലിബോളൻ ഭയങ്കര ഡച്ചിലെ ഫേമസ് ഒരു സാധനമാണ്. വിന്റേഴ്സിലെ മാത്രമേ കിട്ടത്തുള്ളൂ. 3-4 മാസത്തേക്കേ ഉള്ളൂ. ഒരു ക്രിസ്മസ് ടൈമിലേ കിട്ടത്തുള്ളൂ ഈ സംഭവം. ബോണ്ട പോലത്തെ സംഭവം. ഇതാണ് ഒലിബോളൻ. മധുരമുള്ള സാധനം. ഇത് കഴിക്കുകയാണ്. നിങ്ങള് കഴിക്കേ. അത് റീസൺ അല്ലേ ഈ കടക്കെ? ഞങ്ങളുടെ ലാസ്റ്റ് ഡേ സൈറ്റ് സീയിങ് ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അതല്ല, ഫുഡ് അടിയായിരുന്നു. വോളിബോളും കഴിഞ്ഞു. ഇതായിപ്പം സ്ട്രൂപ്പ് ഓഫൽസ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ട്രൂപ്പ് ഓഫൽസ്. ഡച്ച് സ്പെഷ്യൽസിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ ചേച്ചി ഉണ്ടാക്കുന്ന സാധനം, അതായത് സ്ട്രൂപ്പ് വഫിൾസ്. നല്ല പപ്പടം പോലെ അത്ര തിന്നായിട്ടുള്ള 2 വഫിളിൻ്റെ ഇടയിൽ നല്ല സിറപ്പ്, നല്ലൊരു ഫില്ലിങ്, നല്ല മധുരമുണ്ട്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് വരുന്നത്. പക്ഷേ ഞങ്ങൾ നാച്ചുറൽ ഫ്ലേവർ, എൻ്റെ പേര് നാച്ചുറൽ ഫ്ലേവറാണ്, അത് തന്നെയാണ് കഴിച്ചത്. അടിപൊളി. ഇറ്റാലിയൻ സൈഡിൽ ഇത് ടിമിയും ജോസേട്ടനും സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ ആണ്. ഇവിടെ നമ്മൾ കഴിക്കാൻ വന്നേക്കുന്ന ഇവര് എപ്പോഴും ട്രൈ ചെയ്യുന്ന മോമോസ് കഴിക്കാൻ വന്നതാണോ? മോമോസ് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഭയങ്കര തിരക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതുണ്ടോ, ഡോറ് വെളിയിൽ നിന്ന് പൂട്ട് കഴിച്ചേക്കുക. എനിക്കറിയത്തില്ല. എന്നിട്ട് ഇതിന്റെ ഈ നടക്കുന്ന ഫിംഗറിൽ അതിങ്ങനെ ഇതിനകത്തോടെ കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്തെങ്കിലും ഇത് മാത്രം അടിക്കാൻ മതി. ഈ മുകളിലത്തെ മാത്രം അടിക്കാൻ കുറേശ്ശെ അടിക്കണം. കുറേശ്ശെ അതങ്ങനെ ഇതങ്ങനെ മുകളിലത്തെ മാത്രം ഇങ്ങനെ
ഒരെണ്ണം കുത്തണം, ഒരെണ്ണം വെളിയിൽ പിടിക്കണം. അങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. ഒരെണ്ണം കുത്ത്. ഒരെണ്ണം പിടിക്കണം. ആരോടൊക്കെ ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി ഇന്നലെ ഒന്നും വന്നില്ല. നമ്മളിനിയും തിരിച്ച് വീട്ടിലോട്ടാ പോകുന്നത്. അതെ, തിരിച്ച് വീട്ടിലോട്ട്. നമ്മള് ടിമിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം അടിപൊളി മോമോസ് ആൻഡ് ഹാൻഡ് പുൾഡ് നൂഡിൽസ് കഴിച്ചു. ചിക്കൻ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ അല്ലേ? എനിക്ക് തിരിയാൻ പറ്റത്തില്ല, എന്റെ കാര്യത്ത് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അടിപൊളി ഹാൻഡ് പുൾ നൂഡിൽസ് ആൻഡ് ചിക്കൻ മോമോസ്. ഇവിടെ ഡംപ്ലിങ്സ് പറയും. ഓക്കെ, പക്ഷെ നമ്മൾ ഇനിയും കഴിക്കാൻ പോകുന്ന ജോസ്മോന്റെ യെസ്, നമ്മൾ ഇച്ചിരി കഴിച്ചോളൂ. ബിക്കോസ് ജോസേട്ടന്റെ സ്പെഷ്യൽ ഒരു ബിരിയാണി ഉണ്ട്, അതുണ്ടാക്കും. അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. എങ്ങനെ ഞങ്ങളിപ്പോ കഴിച്ച് ഹെൽപ്പ് ചെയ്യാൻ പോവാ. കുറച്ച് ഷോപ്പിംഗ്. ടിമി അവിടെ ആ സൈഡിൽ ബ്രെഡിന്റെ സൈഡിൽ. ഞങ്ങളന്ന് ഹാൻഡ് പുൾ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ജോസേട്ടൻ്റെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ റെസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ പക്ഷേ ആൽബർട്ടൈനിയൊക്കെ പോയി ആക്ഷനിൽ പോയിട്ട് ഒരു പെട്ടി നിറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാണ് സ്കിപ്പോൾ എയർപോർട്ട്. ഇതങ്ങ് തുടങ്ങിയിട്ട് ഇത് കുറേ കിലോമീറ്റർ അങ്ങ് പോയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി എയർപോർട്ടിൽ എത്തുന്നത്. അങ്ങ് നീണ്ടു കിടക്കുവാണ്, ഹ്യൂജ് എയർപോർട്ട്. ഞങ്ങളുടെ 3-4 ദിവസത്തെ ഈ ആംസ്റ്റർഡാം ട്രിപ്പ് അടിപൊളിയായിരുന്നു, മെമ്മറബിൾ ആയിരുന്നു, സ്പെഷ്യലായിരുന്നു. ബിക്കോസ് എൻ്റെയും അബിൻ്റെയും ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രാവലായിരുന്നു ഞങ്ങളുടെ. സോ സ്പെഷ്യലായിരുന്നു. ആൻഡ് പ്ലസ് ടിമിയും ജോസേട്ടൻ്റെ അടുത്ത് പോയപ്പം ഇറ്റ്സ് മോർ സ്പെഷ്യൽ. ആംസ്റ്റർഡാം ഫീൽസ് ഹോം. Priority area. Other customers are kindly requested to wait until their zone number is called. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്ലോ വെക്കേഷൻ, ഒരു അടിപൊളി വെക്കേഷൻ കഴിഞ്ഞിട്ട്, ഹോളിഡേ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പോകുന്നത് ആംസ്റ്റർഡാം ടു പാരീസ് ആൻഡ് ദെൻ പാരീസ് ടു മാൾട്ട. അപ്പോൾ ഞങ്ങളുടെ KLM എയർലൈൻസ്, അതായത് KM മാൾട്ട ആയിരുന്നു. സോ ഞങ്ങൾക്ക് ആംസ്റ്റർഡാം ടു പാരീസ് ഞങ്ങൾക്ക് എന്തൊക്കെയോ ഫുഡ് കിട്ടി, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. എന്നെ വെച്ച് കഴിക്കാൻ കിട്ടിയ ഹോട്ട് മീൽ കുക്കി കോഫി. ഡച്ച് കുക്കീസ്. ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് സൈഡ് സീറ്റ് കിട്ടുമ്പം ആ ഒരു ഹാപ്പിനെസ് എൻ്റെ സാറേ വേറെ ലെവലാണ്. അതുപോലെയാണ് എബിന്. അന്നേരം ഫുൾ ക്യാപ്ചർ ചെയ്യും, ഉറങ്ങത്തില്ല. സൺസെറ്റ്, സൺറൈസ്, നൈറ്റ് വ്യൂ, മോർണിംഗ് വ്യൂ എല്ലാം ക്യാപ്ചർ ചെയ്യും. ഈ അതിരാവിലെ ഉറക്കത്തിൻ്റെ ഇടയിൽ പാരീസിൽ വന്നാലും അത്ര സുഖമൊന്നും തോന്നത്തില്ല അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് കേൾക്കാം. A very good stay in Paris or a pleasant onward journey, and we hope to see you again soon. Dames en heren, welkom in Parijs. Blijft u alsjeblieft zitten totdat de vliegtuigstoelriem vast is uitgedaan. പിന്നെ എന്നാ പാരീസ് കഴിഞ്ഞിട്ട് ഈ കുറേ വെള്ളവും പിന്നെ കുറേ ബ്രൗൺ ഷെയ്ഡൊക്കെ പിന്നെ കുറേ പച്ച ബസ്സൊക്കെ കണ്ട ആർക്കെങ്കിലും മനസ്സിലാവും മാൾട്ട എത്തി ഗൈസ്, മാൾട്ട എത്തി. ആംസ്റ്റർഡാമിലെ 4 ദിവസത്തെ ട്രിപ്പ് പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു രാവിലെ തൊട്ട്.
ഭയങ്കരമായിട്ട് ഒരു മേജർ മിസ്സിങ് പോലെയായിരുന്നു. ഇനി അടുത്ത ബ്രേക്ക് എന്ന് കിട്ടും എന്നുള്ള ഒരു മനസ്സിലൊരു ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഇരുന്നപ്പോഴൊക്കെ ഇതൊക്കെ ആലോചിക്കുമായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക, അടുത്ത ട്രിപ്പിനുള്ള ബഡ്ജറ്റ് ഇനി പ്ലാൻ ചെയ്യാം, അടുത്ത ഇനി എപ്പോഴാണ് ആംസ്റ്റർഡാമിൽ പോകുന്നത്. യെസ്, അവിടെ നിന്ന് വന്ന് എത്തിയില്ല, അപ്പോഴത്തേക്ക് അടുത്ത പ്ലാനിങ് ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മാൾട്ടയിലെത്തി. വെക്കേഷൻ മോഡ് തീർന്നു. ഇനിയിപ്പോ നാളെ തൊട്ട് ജോലിക്ക് പോകണമെന്നുള്ളൊരു സങ്കടമാണ്. ജോലിക്ക് പോയാലേ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ആംസ്റ്റർഡാം സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാം കണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.